മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. മന്ത്രി കെ എം ഷാജിക്കെതിരെ പോലീസ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന വാട്സാപ്പ് ഗ്രൂപ്പില് CPO സുജിത്ത് ഒരു പോസ്റ്റ് ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളാണ് വന്നിട്ടുള്ളത്. കെ എം ഷാജിയെ വർഗീയവാദി എന്ന് അധിക്ഷേപിച്ച് പോലീസ് ഉദ്യോഗസ്ഥൻ വാട്സാപ്പ് സന്ദേശത്തിൽ റിപ്പോർട്ട് നൽകി SB. അടുത്തതായിട്ട് മറ്റൊരു വാർത്ത, മന്ത്രി കെ എം ഷാജിക്കെതിരെ അപകീർത്തികരമായ പരാമർശം, വെള്ളരിക്കുണ്ട് CPO സുജിത്ത് വിവാദത്തിൽ. ഇതുമായി ബന്ധപ്പെട്ട് സുജിത്ത് സന്ദേശം അയച്ചതിന്റെ ചെറിയൊരു ഭാഗം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. എന്നാൽ ആ ഭാഗത്തു നിന്നും തൂവാല കൊണ്ട് മുഖം തുടച്ച് സ്കൂട്ടാകുന്ന ഒരു വർഗീയവാദിയെയും നിങ്ങൾക്ക് കാണാം. ഉറക്കത്തിൽ പോലും മതമാണ് പ്രശ്നമെന്ന് പുലമ്പുന്ന കെ എം ഷാജിയെ മൈക്ക് കെട്ടി അണികളുടെ മുന്നിൽ തെറി വിളിച്ച് ആളാകാൻ ഏതവനും പറ്റും. ഷാജിയെ, ആ മനുഷ്യന്റെ മുന്നിൽ നിവർന്നു നിൽക്കാൻ നിന്റെ മുട്ടു വിറക്കും. ഷാജിയെ, നീ നിന്ന് വിറക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇതാണ് പോലീസ് ഉദ്യോഗസ്ഥൻ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചതിന്റെ ഗ്രൂപ്പിൽ പോലീസ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചതിന്റെ ചെറിയൊരു ഭാഗമാണ് ഞാൻ എടുത്ത് വായിച്ച് കേൾപ്പിച്ചിട്ടുള്ളത്. കെ എം ഷാജിയെ വർഗീയവാദി എന്നൊക്കെ പറഞ്ഞത് അപകീർത്തികരമാണ് എന്ന് പറഞ്ഞാണ് വാർത്തയും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നിലപാട് എന്താണ് എന്ന് വ്യക്തമാക്കുന്നതിന് മുമ്പ് കെ എം ഷാജിയുടെ ഇന്നലകളിലെ ഒരു പ്രസംഗം നിങ്ങളൊന്ന് കേട്ടു. ഞങ്ങൾ പേര് മാറ്റി പറഞ്ഞിട്ടില്ലല്ലോ, ഞങ്ങളുടെ പേര് മുസ്ലിം ലീഗ് എന്നാണ്. ഇതൊരു സാമുദായിക അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന പാർട്ടിയാണ്. അതിൽ ഞങ്ങൾ കള്ളത്തരം കാണിച്ചോ? വല്ല ഡെമോക്രാറ്റിക് കുമറോക്രാറ്റിക് എന്നൊക്കെ പേരിട്ടിട്ട് ഞങ്ങൾ പേര് മറച്ചു വെച്ചോ? നേർക്കുനേരല്ല പറഞ്ഞത് മുസ്ലിം ലീഗ്, അങ്ങനല്ലേ പറഞ്ഞത്? അങ്ങനല്ലേ പറഞ്ഞിട്ടുള്ളൂ, കള്ളത്തരം കാണിച്ചിട്ടില്ലല്ലോ. മുസ്ലിം ലീഗ് എന്ന പേര് പറഞ്ഞാണ്, മുസ്ലിം സമുദായത്തിന്റെ അവകാശത്തിന് വേണ്ടി പൊരുതലാണ് പണിയെന്ന് പറഞ്ഞാണ്, അവർക്ക് കാവൽ നിൽക്കലാണെന്ന് പറഞ്ഞാണ്, അവരുടെ അവകാശങ്ങൾ അവർക്ക് പിടിച്ചു. നിങ്ങൾ കേട്ടില്ലേ? മുസ്ലിം സമുദായത്തിന് വേണ്ടി പൊരുതലാണ് ഞങ്ങളുടെ പണി, ഞങ്ങളുടെ പേര് മുസ്ലിം ലീഗ് എന്നാണ് എന്നൊക്കെയാണ് വിളിച്ചു പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ കെ എം ഷാജി വർഗീയവാദിയാണ് എന്ന് ബോധമുള്ള ആർക്കും വിളിച്ചു പറയാം. പക്ഷേ ഒരു ഉദ്യോഗസ്ഥൻ, വകുപ്പ് തലത്തില് ഒരു ഉദ്യോഗസ്ഥൻ, ഏത് വകുപ്പിലാണെങ്കിലും ഏത് ഉദ്യോഗസ്ഥനാണെങ്കിലും നമ്മുടെ മന്ത്രിക്കെതിരെയൊക്കെ പറയുമ്പോൾ സൂക്ഷിച്ച് പറയാം. നമ്മുടെ രാജ്യത്തൊരു നിയമമുണ്ട്, ആ നിയമം അനുസരിച്ച് അത് തെറ്റ് തന്നെയാണ്. പക്ഷേ ജനങ്ങൾക്ക് പറയാം രാജാവ് നഗ്നനാണ് എന്ന് ഒരു തർക്കമില്ല, ഒരു തർക്കവും വേണ്ട. രാജാവ് നഗ്നനാണ്, ഈ പറയുന്ന ആള് വർഗീയവാദിയാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. എങ്ങനെ? കെ എം ഷാജി പല മാധ്യമങ്ങളിലും പല സമയങ്ങളിലും പറയാറുണ്ട്, ഞാൻ മറ്റൊരാളെയും ഒന്നും പറയാറില്ല, പിന്നെ എന്തിനാണ് എന്നെ വർഗീയവാദി എന്നൊക്കെ പറയുന്നത് എന്ന് നിരന്തരം ചോദിക്കാറുണ്ട്. അതിന് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം അങ്ങ് മുന്നോട്ട് വെക്കാം. അതായത് ഒരു ഹിന്ദു മത നേതാവ്, ഒരു ക്രിസ്ത്യൻ മത നേതാവ്, ഒരു മുസ്ലിം മത നേതാവ്, അതായത് ഉസ്താദോ സന്യാസിയോ പള്ളിയിലച്ഛനോ ആയിക്കൊള്ളട്ടെ, അവർ ഞങ്ങൾ മതത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്, ഞങ്ങൾ മതത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും തന്നെയാണ് നിലകൊള്ളുന്നത് എന്നും മറ്റാളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവർ എത്രത്തോളം മതവുമായി ബന്ധപ്പെട്ട് ഉയർത്തിപ്പിടിച്ച് ഏത് മത നേതാവും മുന്നോട്ട് പോയാൽ ആരും തന്നെ ഒരു സന്യാസിയെ പിടിച്ചോ ഒരു ഉസ്താദിനെ പിടിച്ചോ ഒരു പള്ളിയിലച്ഛനെ പിടിച്ചോ വർഗീയവാദി ഒന്നും ആക്കാൻ നിൽക്കൂല. അവർ മത നേതാവാണ്, അവർ അവരുടെ മതത്തെ പൊക്കിപ്പിടിക്കും. ഇവിടെ ആരും ഒന്നും പറയാൻ പോകുന്നില്ല. അതേസമയം കെ എം ഷാജി മുസ്ലിം സമുദായത്തിന് വേണ്ടി പൊരുതാൻ സമുദായത്തിന് വേണ്ടി UDF, ഇതൊക്കെ ഒരു ജനപ്രതിനിധി, ഒരു പാർട്ടി നേതാവ് പ്രസംഗിക്കുന്ന സമയത്ത് മിക്കവാറും പരാജയപ്പെട്ട സമയത്താണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി പരാജയപ്പെട്ടായിക്കൊള്ളട്ടെ, ഏത് സമയത്താണെങ്കിലും ഒരു നിലവിലിപ്പോ ജനപ്രതിനിധി, ഇപ്പൊ മന്ത്രി, ഒരു മതത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ വിളിച്ചു പറഞ്ഞ അതിനു വേണ്ടി തന്നെയാണ്, അവകാശങ്ങൾക്ക് വേണ്ടി ആ ശൈലിയിൽ പ്രസംഗിക്കുമ്പോൾ നഷ്ടപ്പെട്ട 9.5 വർഷം സമുദായത്തിന് വേണ്ടി എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റത്തെ പച്ചവർഗീയവാദ. നമ്മുടെ നാട് എന്ന് പറയുന്നത് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും സിഖും സകല മതങ്ങളും ഐക്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു നാടാ. ഈ സുന്ദരമായ നാട്ടിലാണ് ഒരു ഉളുപ്പുമില്ലാതെ
ഒരു നേതാവ് രംഗത്തെത്തിയിട്ട് ഇന്ന മതത്തിന് വേണ്ടി മാത്രമാണ് എന്ന് പറയുന്നത് പച്ചവർഗീയതയല്ലേ? ഇയാൾ ജനപ്രതിനിധിയായത് ഈ മതത്തിന്റെ വോട്ട് മാത്രം കിട്ടിയിട്ടാണോ? ഇയാൾ ഇന്നും മന്ത്രിയായിരിക്കുന്നു. ഈ മന്ത്രി തന്റെ മതം കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കല്ലേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കൂ? ഇതൊക്കെ ചിന്തിക്കൂലേ? ആജാതി പ്രസംഗല്ലേ നിരന്തരം കേരളത്തിൽ കിടന്ന് തുപ്പാറുള്ളത്? സകല വിവേകമുള്ള മലയാളികളും തിരിച്ചറിയാ, ഈ KM ഷാജി പറഞ്ഞത് നല്ല ഒന്നാം തരം വർഗീയവാദം തന്നെയാ. തന്റെ മതത്തിന് വേണ്ടി തന്നെയാണ് എന്ന് പറയാൻ ഒരു അർഹതയും ഒരു ജനപ്രതിനിധിക്കില്ല. ആ ജനപ്രതിനിധി ഇന്ന് മന്ത്രിയാകുമ്പോ ബോധമുള്ള ആളുകൾ പ്രതികരിക്കും. അത് നമ്മുടെ കേരളത്തിലെ ഉദ്യോഗവർഗത്തിലെ ആളുകളോടാണ്. നിങ്ങൾക്ക് വിവേകവും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ആ വിവേകത്തിൽ ഈ രാജ്യത്തെ നിയമത്തിനുള്ളിൽ തന്നെ നിന്നുകൊണ്ട് മുന്നോട്ട് പോകണം. മന്ത്രിക്കെതിരെ ഒന്നും പരസ്യമായിട്ട് ഒരു പ്രഖ്യാപനങ്ങളുമായിട്ട് രംഗത്ത് വരണ്ട. കേരളത്തിലെ ജനതക്കറിയാം രാജാവ് ദഗ്ധനാണ്, ഈ പറയുന്ന ആള് വർഗീയവാദിയാണ് എന്നൊക്കെ കേരള ജനതക്കറിയാം. എങ്ങനെയാണ് വലിയ ഭൂരിപക്ഷത്തില് വലിയ രീതിയിൽ പലരും ജയിച്ചത് എന്നൊന്നും നമ്മൾ എടുത്തു പറയുന്നൊന്നുമില്ല. ഇവിടെ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തോട് വലിയ രീതിയിൽ ജനങ്ങൾക്ക് പ്രശ്നമുണ്ടായിരുന്നു, കട്ടുപിടിക്കൽ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അതിനെതിരെ ജനം ഒരു വിധി എഴുതിയത. അത് ഈ ഷാജിമാരുടെ വർഗീയതയ്ക്ക് കിട്ടിയ സമ്മാനമാണ് എന്നൊരിക്കലും കരുതാൻ നിൽക്കരുത്. ഇനിയും ഇയാളൊക്കെ മന്ത്രിയാവുന്നതിലൂടെയുള്ള ഒരു അപകടം മുസ്ലിം ലീഗ് കേരളത്തിന് കൊടുത്തൊരു സന്ദേശം എന്താ? ഇന്ന മതത്തിന് വേണ്ടിയാണ് എന്ന് ഇനി ബൂത്ത് പ്രസിഡന്റുമാർ മുതൽ ലീഗിന്റെ ബൂത്ത് പ്രസിഡന്റുമാർ മുതൽ വിളിച്ചു പറയൂലേ? കാരണം നാളെ മന്ത്രിയാണെങ്കിൽ ഇതൊക്കെ വിളിച്ചു പറഞ്ഞാലേ സാധിക്കൂ എന്നല്ലേ KM ഷാജിയെ നോക്കി പഠിക്കുന്ന ഈ ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയും യുവജന സംഘടനയും ഈ ലീഗിന്റെ ബൂത്ത് സംഘടനകളിലെ ആളുകളും തിരിച്ചറിയാം. ലീഗ് KM ഷാജിയൊക്കെ മന്ത്രിയാക്കിയത് അങ്ങേറ്റത്തെ നിറികട ഒരു തർക്കമില്ലാത്ത വിഷയ. ഒരു മത നേതാവ്, അതായത് ഒരു രാഷ്ട്രീയ നേതാവിന് ഞാൻ മുസൽമാനാണ് എന്ന് പറയുന്നതിൽ, ഞാൻ മുസ്ലിമാണ്, ഞാൻ വിശ്വാസിയാണ് എന്ന് പറയുന്നതിൽ ഇവിടെ ആർക്കോ ഒരു എതിർപ്പില്ല. ഇവിടെ എതിർപ്പുള്ളത് ഞങ്ങളുടെ പാർട്ടി സമുദായത്തിന് വേണ്ടിയാണ്, മതത്തിന് വേണ്ടിയാണ് എന്ന് പറയുമ്പോ അത് വർഗീയവാദം തന്നെയാ. ഷാജിക്ക് ഇത് അറിയാനിട്ടാണ്. ഷാജി നിരന്തരം മാധ്യമങ്ങളോട് പറയുന്നതാണ്, ഞാൻ എന്ത് പറയും, ഞാൻ ഇന്ന ഈ സമുദായത്തിന് വേണ്ടി എന്ന് പറയുന്നതാണ് ഷാജിയെ പച്ചവർഗീയവാദം എന്ന് പറയുന്നത്. എത്ര സ്ഥലങ്ങളിലാണ് ഒരു ഉളുപ്പുമില്ലാതെ, എത്ര സ്ഥലങ്ങളിൽ സമുദായത്തിന് വേണ്ടി, എന്നിട്ട് അത് വർഗീയതയാണോ എന്ന് പറഞ്ഞു കൊടുക്കാൻ പോലും ആരുമില്ലേ? KM ഷാജിക്കുന്നപ്പോ ഏതായാലും വർഗീയത പറഞ്ഞ് അതിൽ വിജയിച്ചാണ് ഷാജി മന്ത്രിയായിട്ടുള്ള ഒരു തർക്കമില്ലാത്ത വിഷയം. ഇവിടെ ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യാനി ഉണ്ട്, ഇവിടെ മുസൽമാനുണ്ട്, സകല മതങ്ങളിൽപ്പെട്ട ആളുകളുണ്ട്. ഇവരുടെയൊക്കെ വോട്ട് വാങ്ങി വിജയിച്ച് കയറുന്ന ഒരാള് ഇന്ന സമുദായത്തിന് വേണ്ടിയാണ് നിലകൊള്ളുക, ഇന്ന സമുദായത്തിന് വേണ്ടിയാണ് ജയിക്കേണ്ടത് എന്നൊക്കെ പറയുന്നത് പച്ച വർഗീയത തന്നെയാ. അതിന് ഏത് മന്ത്രിയാണെങ്കിലും ആ പറഞ്ഞത് വർഗീയതയാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.